ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് മൂകാംബികയിലേക്കാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്നത്. പിന്നെ കോഴിക്കോട് നിന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഏകദേശം ട്രാവലിംഗ് ടൈം വരുന്നത് 9 മണിക്കൂറാണ്. അതുപോലെ 360 കിലോമീറ്ററോളം ഉണ്ട് വൺ സൈഡ്. നമുക്ക് ഡയറക്റ്റുള്ള ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് രാവിലെ 6:10 മംഗലാപുരത്തേക്കുള്ള വണ്ടിയിലാണ് കയറിയത്. ഒരു 12-12:30 ആകുമ്പോഴേക്കും മംഗലാപുരം എത്തും. പിന്നെ അവിടെ നമുക്ക് മാറി കയറണം. മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ വൈകിട്ട് എത്താൻ പാകത്തിനാണ് ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈകിട്ട് നമ്മൾ ചെന്ന് തൊഴുതിട്ട് അതുപോലെ ഇന്നവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നമ്മൾ നേരെ കുടജാദ്രിയിലേക്കാണ് പോകുന്നത്. അവിടെ പോകണം, നമ്മൾ രാവിലെ തന്നെ പോകണം, എന്നാലേ നല്ല അടിപൊളി വ്യൂ കിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് മാത്രമല്ല, സിബിൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ അതുപോലെ അക്കു ഉണ്ട് കൂടെ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മംഗലാപുരം എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത ട്രെയിനിൽ കയറാൻ പോവുകയാണ്. നമുക്ക് മൂകാംബിക റോഡാണ് ഇറങ്ങേണ്ടത്, ബൈന്ദൂർ. അവിടുന്ന് പിന്നെ നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ടാക്സിയോ കാര്യങ്ങളോ വിളിച്ചിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോവാം. അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തേക്കൊക്കെ ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ മൂകാംബിക റോഡ് അഥവാ ബൈന്ദൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ളത്. നമ്മളിവിടെ മൂകാംബിക റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കാണുന്നൊരു തുരങ്കമുണ്ട്. കൊങ്കൺ റൂട്ടിലെ ഫസ്റ്റ് തുരങ്കമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ തുരങ്കത്തിൻ്റെ കാഴ്ച ഒന്ന് കാണാം. ചെറിയ സ്റ്റേഷൻ മൂകാംബിക റോഡ് ബൈന്ദൂരിൻ്റെ പഴയ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഏകദേശം പൊളിഞ്ഞ് നാശമായി കിടക്കാണ്. പുതിയ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടാക്സി കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം, ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് അതിൽ പോകാം. ഞാൻ മാക്ക് കുടിക്കൂ കപ്പൊന്ന് പറയും കളിക്കുന്ന യൂണിക്കാസില്ല. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിലെ മെയിൻ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് മൂകാംബിക ബസ് സ്റ്റാൻഡ്. നമ്മുടെ ഈ അരവിന്ദൻ്റെ അതിഥികളുള്ള സിനിമയിലൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ്. നമ്മളെ അണ്ണനാണ്, മൂകാംബിക എന്ന് കണ്ടാണ്. അണ്ണൻ്റെ കൂടെയാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അണ്ണൻ നല്ല സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടാണ്. അണ്ണൻ നല്ല അടിപൊളിയാണ്. ഓക്കെ അണ്ണാ, താങ്ക് യു. വേടാ പോക്ക്, ഞാൻ സൗകര്യത്തിലേക്ക് പോ. ഇത് മൂകാംബികയിലുള്ള ഗണപതി ക്ഷേത്രമാണ്. സൗപർണിയുടെ തീരത്തുള്ള ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത്.
വീഡിയോ വീഡിയോ ആ ഇങ്ങോട്ട് ഫ്രണ്ട്സ്, ഇത് സൗകര്യം പോകുന്ന വഴിക്കുള്ള ശ്രീകൃഷ്ണ മന്ദിരമാണ്.